നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞിട്ട് പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റ് പബ്ലിക്കിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം അത് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു ടൂറിസ്റ്റ് ബസ് ഡ്രൈവറാണ്. നമ്മൾ അധിക യാത്രകളും ലോങ് ആയിരിക്കും. അപ്പോൾ അതിൽ സ്ത്രീകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ കോളേജിൽ പെൺകുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആശ്രയമായി കരുതുന്ന ഒരു ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പിലെ ടോയ്ലറ്റാണ്. അപ്പോൾ നമ്മളത് ഇനിയിപ്പോൾ അത് നിർത്തലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സ്ത്രീകൾക്കായിരിക്കും. കാരണം ആണുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലം കിട്ടിയാൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല, സ്ത്രീകൾക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പമ്പുകളുടെ ടോയ്ലറ്റാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിർത്തലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബസ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് അധിക ബസ്സുകളും പുറപ്പെടുക. അന്യ സംസ്ഥാനത്തേക്ക് യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പെട്രോളിന് ഡീസലിന് വില കുറവുള്ള കാരണം അവിടെ നിന്ന് നമ്മൾ ഡീസൽ അടിക്കാൻ നിൽക്കും. അതല്ല ഇവിടെ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് സാധാരണ പോകുക. അപ്പോൾ ഈ എണ്ണ അടിച്ചിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന പരിപാടി ഒരിക്കലും ബസ്സിനെ സംബന്ധിച്ച് നടക്കില്ല. അപ്പോൾ ഇതുപോലുള്ള പമ്പുകളിൽ മാത്രമാണ് നമ്മൾ ഈ ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ള നിലവിലുണ്ടായ സൗകര്യവും. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു നിയമം നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഇതിനെതിരെ ശക്തമായിട്ട് പോരാടണം. ഞാൻ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം എന്താ പറയുക, ഇത് ഒരുപാട് ഈ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലോങ് യാത്ര പോകുമ്പോൾ പമ്പിൽ ടോയ്ലറ്റ് സൗകര്യം ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് എണ്ണ അടിച്ചിട്ട് പമ്പിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഈ നിയമം എടുത്തു പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളാണ് ഒരുപാട് ബുദ്ധിമുട്ട്. പൊതുവേ ചില പമ്പുകളിൽ, എല്ലാ പമ്പുകാരും ഞാൻ പറയണില്ല, ചില പമ്പുകാർ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ ഭയങ്കര, അവർക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡീസൽ അടിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ചില സമയങ്ങളിൽ അവർ പെരുമാറാറുണ്ട്. എല്ലാവരും ഞാൻ പറയണില്ല, പ്രത്യേകിച്ച് കേൾക്കണം, എല്ലാവരും ഇല്ല. നമുക്ക് സൗകര്യം ചെയ്തു തരുന്ന പമ്പുകളുണ്ട്. അപ്പോൾ ഈ നിയമം വന്നു കഴിഞ്ഞാൽ അവർ ആ നിയമം വെച്ചിട്ട് അവർ പിന്നെ തീരെ പമ്പിൽ ഘടിപ്പിക്കാതാവും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ നിയമം എടുത്തു പോകണം. കോടതി ഒന്നും കൂടി ആലോചിച്ച് തീരുമാനമെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, ഇങ്ങനൊരു സൗകര്യം ഇല്ലെങ്കിൽ ഇങ്ങനൊരു നിയമം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ അത് അനുയോജ്യമാണോ എന്നും കൂടി തീരുമാനം ആലോചിക്കേണ്ടതുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പബ്ലിക് ടോയ്ലറ്റ് യാത്രാ പോയിൻറ്റുകളിൽ, അതേപോലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്ഥലങ്ങളിൽ, നമ്മൾ യാത്ര പോകുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ, അതേപോലെ ഏറ്റവും കൂടുതൽ പബ്ലിക് ഉള്ള സ്ഥലങ്ങളിൽ, പബ്ലിക് ജനങ്ങൾ പുറത്തിറങ്ങി ഇടപഴകുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ടോയ്ലറ്റൊക്കെ ആരും നിർമ്മിച്ചിട്ട് കൊണ്ടുവന്നാൽ പോരെ. ഈ തീരുമാനങ്ങളൊക്കെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ടോയ്ലറ്റുകൾ, പൊതുസ്ഥലങ്ങളിൽ നല്ല ടോയ്ലറ്റ്, വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഈ നിയമം കൊണ്ടുവരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ ഞാൻ ശക്തമായിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നു. ഞാൻ പറയുന്നത് തീർത്തും ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാരണം ഇത് എല്ലാവരിലും എത്തിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തീരുമാനമാണ്, കാരണം ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട് ഞാൻ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.